130 കോടി രൂപയുടെ ലോൺ വാഗ്ദാനം ചെയ്ത് മലയാള നടിയെ പറ്റിച്ച കൊൽക്കത്ത സ്വദേശി അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശി യാസർ ഇക്ബാലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടിയുടെ കയ്യിൽ നിന്ന് 37 ലക്ഷം രൂപയാണ് ഇയാൾ വാങ്ങിയത്. പാലാരിവട്ടം സ്റ്റേഷനിലെ പ്രത്യേക സംഘം കൊൽക്കത്തയിലെത്തിയാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. ശ്യാംകുമാർ കൊച്ചിയിൽ ചേർന്നു. ശ്യാംകുമാർ, 130 കോടി ധൃതിയിൽ ആവശ്യമുള്ള ഒരു നടി 37 ലക്ഷം രൂപ മുൻകൂർ നൽകിയതാണോ? എന്താണ് വിവരങ്ങൾ? സുഹൈലെ 130 കോടി രൂപയുടെ ലോൺ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടിയുടെ കയ്യിൽ നിന്ന് 37 ലക്ഷം രൂപ ഈ കൊൽക്കത്ത സ്വദേശി തട്ടിയെടുത്തത്. അത് കൊച്ചിയിലെ സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് ഈ പണം കൈമാറിയത്. പിന്നീട് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നടി തന്നെ പാലാരിവട്ടം പോലീസിൽ പരാതിയുമായി എത്തുകയായിരുന്നു. 130 കോടി രൂപ ലഭിക്കാനുള്ള പ്രോസസിംഗ് ഫീ ആണ് ഈ 37 ലക്ഷം രൂപ നടി നൽകിയിരുന്നത്. അതിനുശേഷം തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ പോലീസ് സംഘം അന്വേഷണം ആരംഭിക്കുകയും കൊൽക്കത്തയിൽ എത്തുകയുമായിരുന്നു. ഈ കൊൽക്കത്തയിൽ എത്തിയപ്പോഴാണ് ഇയാൾ അവിടെ വളരെ സുരക്ഷിതമായി പോലീസിനെത്താൻ പാടുള്ള ഒരു സ്ഥലത്ത് സുരക്ഷിതമായി കഴിയുകയാണെന്ന് മനസ്സിലായത്. പാലാരിവട്ടം സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് അങ്ങോട്ട് എത്തുന്നത്. അവരാണ് ഈ പ്രതിയെ അവിടെ നിന്ന് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും വളരെ സുരക്ഷിതമായി തന്നെ കേരളത്തിൽ എത്തിക്കുകയും ചെയ്തത്. യാസർ ഇക്ബാൽ എന്ന പ്രതിയെ നിലവിൽ ചോദ്യം ചെയ്യുകയാണ്. ഏതായാലും ഈ പ്രതിയെ നിന്ന് കൂടുതൽ വിവരങ്ങൾ, കേരളത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാലാരിവട്ടം പോലീസ്. ശരി, സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ 100 കോടി ക്ലബിൽ കയറാൻ ശ്രമിച്ച നടിക്കാണ് 37 ലക്ഷം രൂപ നഷ്ടമായത്.